ഇവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് 2023 ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അഞ്ജയുടെ വീട്ടിൽ എത്തിച്ചേർന്നത്. അഞ്ജനാണ് ക്രിസ്മസ് പപ്പയുടെ വേഷം കെട്ടി ഇവിടെ നിൽപ്പുണ്ട്. കൂടെ നമ്മുടെ ടീംസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അടിപൊളിയായിട്ട് കുറേ ഗെയിമൊക്കെ ആയിട്ട് കേക്കും വൈനും ഒക്കെ മുറിച്ച് കിടുക്കാച്ചി ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് ഇവിടെ നടത്താൻ പോകുന്നത്. ഇതിൽ പറയാനുണ്ടോ? അടിപൊളിയാക്കും. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. സെലിബ്രേഷന്റെ ഭാഗമായുള്ള ചില മിനുക്ക് പരിപാടികൾ കണ്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അഞ്ജലി, ഒരുക്കങ്ങളൊക്കെ എവിടം വരായി? ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീരാറായി. നീ കുറച്ചും കൂടെ സെറ്റ് ചെയ്യണ്ടേ? നമുക്ക് ഇവിടെ കുറച്ചും കൂടെ ഉണ്ട്, റെഡിയാക്കാനുണ്ട് കുറച്ചും കൂടെ. അപ്പഴത്തേക്ക് എല്ലാരും വരുമോ? വിളിച്ചിട്ടുണ്ട്, എല്ലാരും വന്നോണ്ടിരിക്കുക. ഇപ്പൊ എത്തും എല്ലാരും. എന്നാ പരിപാടി നടക്കട്ടെ. ആനന്ദ, വൈനും കേക്കൊക്കെ വാങ്ങിയോ? ഇല്ല, പോണം വാങ്ങിക്കാൻ പോണം. ഇത് കഴിഞ്ഞ് പോയി വാങ്ങിയിട്ട് വരും. അപ്പഴത്തേക്ക് എല്ലാരും എത്തും. Happy Christmas! Yay! Happy Christmas! Happy Christmas! Yay! Happy Christmas! Happy Christmas! പരിപാടികൾ എവിടം വരായി? തീരാറായി ഏകദേശം. അപ്പൊ നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷന്റെ ആദ്യത്തെ ഗെയിമിലേക്ക് പോകാം. ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് ബലൂൺ പാസിംഗ് ആണ്. ബലൂൺ പാസിംഗ് എന്ന് വെക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചുമ്മാ ബലൂൺ കൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് വിചാരിക്കും. അതല്ല ഗെയിം എന്ന് പറയുന്നത് ഒരു ബലൂണും രണ്ട് പേരും തമ്മിൽ നെറ്റിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൈ ബാക്കിൽ കെട്ടി വെച്ചിട്ട് നമ്മളിങ്ങനെ നടക്കണം. അതേപോലെ നടന്ന് ആദ്യം ഗെയിം പാസ് ചെയ്യുന്നത് ആരാണോ അവരായിരിക്കും ഈ ഗെയിമിന്റെ വിന്നർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ നമ്മുടെ ഗെയിമിന്റെ ഫൈനലിൽ വന്നിരിക്കുന്ന രണ്ട് ടീമാണ്, എ ടീമും ബി ടീമും. അഞ്ജലിയുടെ നേതൃത്വത്തിലുള്ള എ ടീമും സവിതയുടെ നേതൃത്വത്തിലുള്ള ബി ടീമുമാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം, ഗെയിം തുടങ്ങാം. 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരാളൂടെ വന്നിരിക്കുകയാണ്. പേരെന്തുവാ? രശ്മിയുടെ ചേച്ചിയല്ലേ? സ്വാഗതം. സെലിബ്രേഷന്റെ ഒരു പ്രധാനപ്പെട്ട മുതലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. നമ്മളെല്ലാരും കേക്ക് കട്ട് ചെയ്ത് വൈൻ കുടിക്കാൻ പോവാണ്. നമുക്കപ്പം തുടങ്ങാം അല്ലേ? അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ എല്ലാവരുടെ ഒന്ന് അഭിപ്രായം ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിപ്പോ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് ചോദിക്കാം ഓരോരുത്തടുത്ത്. സോണി, എങ്ങനെ ഉണ്ടായിരുന്നു സെലിബ്രേഷൻ? സൂപ്പറായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു. എനിക്ക് വളരെ ഇഷ്ടമായി. എല്ലാവർക്കും ഇപ്പൊ നമുക്ക് പുതിയൊരു വർഷം വരുവാണല്ലോ, ഡിസംബർ ഇതോടെ കഴിയുക. അപ്പൊ നല്ലൊരു വർഷം നേരുന്നു എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? അടിപൊളിയായിരുന്നു. എന്തെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണെന്നെങ്കിലും അവര് അങ്ങനെ തോന്നിയില്ല. ക്രിസ്മസ് ആയിട്ട് എന്തെങ്കിലും സന്ദേശം കൊടുക്കാനുണ്ടോ? എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമ്പദ്സമൃദ്ധിയുടെയും ക്രിസ്മസ് ആശംസകൾ. ഇനി നമുക്ക് സവിതയെടുത്ത് രേഷ്മയെടുത്തും ചോദിക്കാം. സവിത,
എങ്ങനെയുണ്ട് നമ്മുടെ സെലിബ്രേഷൻ? അടിപൊളി സെലിബ്രേഷൻ ആയിരുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം പുതിയൊരു സർക്കിളായിരുന്നു, പുതിയൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയിരുന്നു. എനിക്ക് 2 പേരെ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരും പരിചയപ്പെട്ടു, പുതിയൊരു ഗ്രൂപ്പിന് ആഡായി. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ പ്രോഗ്രാമിന് ഇനിയും വരും. വളരെ നല്ലൊരു ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. നമ്മൾ വളരെ ഹാപ്പിയാണ്. എങ്ങനെയുണ്ട്? അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. നല്ല ഗെയിംസ് എല്ലാം ആയിട്ട് ആഘോഷിച്ച് എൻജോയ്. കേക്ക് അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നല്ലേ? ഓക്കെ. ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നാളെ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും അകത്തോട്ട് വന്ന് വീഡിയോ എടുത്ത് നിന്നുകൊണ്ട് നമുക്ക് സമയം പോയി അറിഞ്ഞില്ല. ഇപ്പോൾ കൃത്യം 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത പരിപാടികളിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ച് വൈനൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ അടുത്ത ഗെയിമിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ ഗെയിം എന്ന് പറയുന്നത് തൊപ്പി പാസിംഗ് ആണ്. ഒരാളുടെ കയ്യിൽ നിന്ന് അടുത്ത ആൾക്ക് ഈ തൊപ്പി പാസ് ചെയ്യും. അയാളത് തലയിൽ വെച്ചിട്ട് അടുത്ത ആൾക്ക് കൊടുക്കും, അയാൾ അത് തലയിൽ വെച്ചിട്ട് അടുത്ത ആൾക്ക് കൊടുക്കും. ആരുടെ കയ്യിലാണോ പാട്ട് തീരുമ്പോൾ തൊപ്പി ഇരിക്കുന്നത് അവർ ഈ ഗെയിമിൽ നിന്ന് ഔട്ട് ആവുന്നതായിരിക്കും. ഈ ഗെയിമിൽ വിജയിക്കുന്നവരെ കാത്തിരിക്കുന്ന വലിയൊരു സമ്മാനമാണ്. അപ്പോൾ അതൊക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ദൈവപുത്രൻ ഇറക്കുമെന്ന് കണ്ണും കാത്തിരുന്നോ മഞ്ഞാറ് പൈതലിനാരോരം കേട്ടിരുന്നു ദൈവപുത്രൻ ഇറക്കുമെന്ന് ആകാശവീതിയിൽ അങ്ങനെ തീപ്പൊരു പോരാട്ടത്തിനൊടുവിൽ 2 പേര് അവിടെ ഫൈനലിൽ വന്നിരിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. വിജയിക്കണം. പറയാം. ക്രിസ്മസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ 2 ഗെയിമായിരുന്നു ഇന്ന് നടത്തിയിരുന്നത്. അതിൽ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത്, ആദ്യത്തെ ഗെയിം ഏതായിരുന്നു? ബലൂൺ പാസിംഗിൽ ഫസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ഷെഷ്ന ആൻഡ് ടീമാണ്. അവർക്ക് നമുക്കൊരു പ്രൈസ് കൊടുക്കണ്ടേ? രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് തൊപ്പി പാസിംഗ് ആയിരുന്നു. അതിൽ വിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സൗദയാണ്. സൗദയ്ക്ക് ഒരു സൂപ്പർ സമ്മാനം. നമ്മുടെ തൊപ്പി പാസിംഗിന്റെ ഗെയിമിൽ സെക്കൻഡ് പ്രൈസ് നേടിയിരിക്കുന്നത് സോണിയാണ്. സോണിക്ക് ഒരു കൈയ്യടി കൊടുക്കുന്നത്. Gabriel,
വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല കിടുക്കാച്ച സെലിബ്രേഷൻ ആയിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഇനി ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഫൈസൽ സൈനിങ് ഓഫ്. Yeah.